വീടിൻ്റെ പാല് കാച്ചിലാണ്. അപ്പോൾ പാല് കാച്ചിൽ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ പാർക്കിലാണ്. അപ്പോൾ ഞങ്ങൾ അവർക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ പോകുന്നത് ഇപ്പോൾ തൃപ്രയാർക്കാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം മേടിക്കാമെന്ന് വിചാരിച്ചത് എയർ ഫ്രയർ ആയിരുന്നു. പക്ഷെ ഓൾറെഡി അത് കിട്ടിയതറിഞ്ഞു. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും വാങ്ങാം. അവർക്ക് നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോൾ അതേ സോക്കേഴ്സിൽ കയറ്റി വെക്കാൻ പറ്റിയതല്ലേ, നമ്മൾ അവർക്ക് യൂസ്ഫുൾ ആവണം എന്തെങ്കിലും വാങ്ങണമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, പോയി നോക്കട്ടെ. അപ്പം ഞാനും കുക്കും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് വേണം അമ്മേനെയും കാശിനെയൊക്കെ കൊണ്ടുപോകാനായിട്ട്. അപ്പം ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് പൗർണമിയിലാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂരിലുള്ള തൃപ്രയാറിലെ പൗർണമിയിലാണ്. അപ്പോൾ പോയി നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് പൗർണമി. അപ്പോൾ ഒരുപാട് ഫർണിച്ചർ ഉണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾ എപ്പോഴും ഇവിടെ നിന്നാണ് എടുക്കാറുള്ളത്. മാത്രമല്ല നല്ല റേറ്റ് കുറവാണ്. ഇപ്പം ഞങ്ങൾ ഇതാണ് കേട്ടോ മേടിച്ചവർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ അവർ തന്നെയാണ് ഡെലിവറി ചെയ്തത്. അതിനുശേഷം സ്റ്റുഡിയോയിൽ പോയി 1-2 വേണ്ടപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കാശിക്കുട്ടനും ഒരു ഡ്രസ്സ് എടുത്തു. അങ്ങനെ ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വേണ്ടപ്പെട്ട കാര്യം എന്താണെന്നുള്ളത് പറയാം. നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് അവൻ പുറത്തോട്ട് പോവാണ്. അപ്പോൾ അവന് നമ്മൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്നത് പോലെ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് അവന് കൊടുത്തു പോവാണ്. അതിനിടയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട, അതായത് ഗോകുലിൻ്റെ എൻ്റെ ഒക്കെ അത്രയും വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് ആള് നാളെ പോവാണ്, ഗൾഫിലോട്ട് പോവാണ്, വിസിറ്റിങ്ങിലാണ് പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരനെ കണ്ടു. ഞങ്ങൾ ആളെ വീട്ടിൽ പോകാനായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റും വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവാന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ അവന് ഡ്രസ്സ് എടുക്കാനാണ് മെയിനായിട്ട് വന്നത്. അതെ, അപ്രതീക്ഷിതമായിട്ട് അവനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വെച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ സന്തോഷമായി. നാളെ പോവാണ്. അപ്പോൾ അവന് ഹാപ്പി ജേർണി. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ശരിയാവട്ടെ. അപ്പം ഇനി വീട്ടിൽ പോയിട്ട് നമ്മൾ ഓട്ടോയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കിനി അവിടുത്തെ വിശേഷങ്ങൾ വഴിയെ കാണാം കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളെടുത്ത ഫോട്ടോ ആണ്, ഞങ്ങളുടെ ലാസ്റ്റ് ഫോട്ടോ ആണ്. ഇനി അടുത്ത പ്രാവശ്യം അവന് വിസിറ്റിങ്ങിനാണ് പോയിട്ടുള്ളത്. ഇനി വന്നതിന് ശേഷമാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ കാശിക്കൂട്ടം എടുത്ത ഡ്രസ്സ്. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ പിന്നെ ഓട്ടോറിക്ഷയിലാണ് പോയത്. നമ്മുടെ വണ്ടി എറണാകുളത്തായിരുന്നു. പിന്നെ ഇതിലാണ് നമ്മൾ മേടിച്ച ഗിഫ്റ്റ് വെച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അതെൻ്റെ നാത്തൂനാണ് കേട്ടോ നടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇതാണ് വീടിൻ്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ആഡ് ആക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് ഫാമിലിയാണ്. സോ നമുക്കിനി അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.